ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരയും ശാരിയും കൂടി രാഹുലിനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. മനുവിനെ കുറ്റപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പ്രാന്താണ്, ആശുപത്രിയിൽ പോകണം എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായി തന്നെയാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന രാഹുൽ ആണെങ്കിൽ ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. രാഹുൽ പറയാണ്, അതെ മോളെ സരയു, നീ ഒരു കാലത്ത് എന്താവശ്യപ്പെട്ടിരുന്നോ, നീ എന്താഗ്രഹിച്ചിരുന്നു, അതൊക്കെ ഞാൻ നിനക്ക് നേടി തന്നിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്താണ് നിനക്ക് എന്നെ വിലയില്ലാതായത്. ഞാൻ എങ്ങനെയാവാനുള്ള കാരണം ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ വ്യക്തമായ കാരണമുണ്ട്. അത് നിങ്ങളോട് എനിക്കത് പറയാൻ കഴിയില്ല, നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ആ സത്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെക്കാളും കൂടുതൽ തകരും. പിന്നെ നിങ്ങളെ ആയിരിക്കും ശരിക്കും മാനസിക രോഗ ചികിത്സിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പക്ഷെ അതൊന്നും തന്നെ ശാരിയുടെയും അതുപോലെ തന്നെ സരയുടെയും മനസ്സിലേക്ക് കയറുന്നില്ല. അവരാണെങ്കിൽ വീണ്ടും വീണ്ടും രാഹുലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ സോണിയെ തന്നെയാണ്. അങ്ങനെ സോണിയോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും മോളെ വേറൊരു വിവാഹത്തിന് മോൾ ഉടനെ സമ്മതിക്കണമെന്ന് പറയുമ്പോൾ, അതെ ഞാൻ സമ്മതിക്കായി ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ വരുന്നവർക്ക് എൻ്റെ സ്വത്തും മുതലും അത് തന്നെയാണ് വേണ്ടത്. പിന്നെ തന്നെയല്ല, എൻ്റെ മകളെ സ്വന്തം മകളായിട്ട് അവരാരും സ്വീകരിക്കാനും തയ്യാറല്ല. അങ്ങനെ ആരെങ്കിലും വരട്ടെ എങ്കിൽ ഞാൻ സമ്മതിക്കാം എന്നൊക്കെ സോണി മറുപടി കൊടുക്കുകയും ചെയ്യാണ്. അതിനുശേഷം പിറ്റേ ദിവസം ആണെങ്കിൽ നമ്മുടെ രൂപയുടെയും അതുപോലെ ചന്ദ്രസേന്റെയും വിവാഹമാണ്. ആദർശും നയനയും രൂപയുടെയും അതുപോലെ ചന്ദ്രസേന്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ അവിടെ അവരെല്ലാവരും അച്ചായനെല്ലാവരും കാത്തു നിൽക്കുന്ന അതേ നേരത്ത് കാറിൽ നിന്ന് ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു ജെന്റിൽമാൻ പോലെ തോന്നിക്കുന്ന ഒരാൾ വന്നിറങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ നേരെ അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അവർ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഭാഗമൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മുടെ സോണി വിവാഹം കഴിക്കാൻ വേണ്ടി മറ്റൊരാളെ കണ്ടെത്തിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നാളെ കാണാൻ നമുക്കിതൊക്കെ എന്താണെന്ന് അറിയാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.